കൗമാരക്കാർക്കിടയിൽ പുകവലി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. അതിനർത്ഥം ലഹരി ഉപയോഗം കുറഞ്ഞു എന്നല്ല. പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് രാസലഹരിയിലേക്ക് കൗമാരം വഴിമാറിയതാണോ എന്ന സംശയമാണ് സമീപകാലത്തെ പല സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഡോക്ടർ, ഈ കൗമാരക്കാർക്കിടയിൽ ഈ പുകവലിയുടെ ഉപയോഗം കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? നമ്മുടെ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ചും അഡോളസൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ പുകവലിയുടെ ഒരു നിരക്ക് ഗണ്യമായിട്ട് കുറയുന്നു. ഏകദേശം പകുതിയിലേറെ കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങളുടെ ഒരു സൂചന. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ കേന്ദ്രീകരിച്ചും മറ്റും നടത്തിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ പ്രായമുള്ളവരുടെ ഇടയിലും പുകവലി കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടുകളിൽ നിന്ന് പുകവലിക്കുന്ന അച്ഛനെയും ഒന്നും കുട്ടികൾ കാണുന്നില്ല. അതും ഒരു കാരണമായിരിക്കാം. ഏതായാലും ഏകദേശം 50% ഈ കൗമാരപ്രായക്കാരുടെ ഇടയിൽ പുകവലി ശീലം കുറയുന്നുണ്ട്. ഈ പുകവലി കുറയുമ്പോൾ മറ്റ് ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണോ അതോ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുന്നതാണോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുകവലിയിൽ നിന്നും മുക്തി നേടുമ്പോൾ കുട്ടികൾ മറ്റ് ലഹരി വസ്തുക്കൾ തേടിപ്പോകുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കണക്കുകൾ ലഭ്യമായി തുടങ്ങിയില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ധാരാളം സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റും ഉദ്യോഗസ്ഥർ പറയുന്നത് ഹോസ്റ്റലുകളിൽ നിന്നും അതോടൊപ്പം തന്നെ കോളേജുകളിൽ നിന്നുമൊക്കെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നതായിട്ടും കുട്ടികളുടെ ഇടയിൽ തന്നെ ചില സ്വഭാവ വൈകൃതങ്ങളുള്ള കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ മറ്റ് രാസലഹരി വസ്തുക്കൾ MDMA പോലെയുള്ള അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്ന ഇവരുടെ ഒരു ആരോഗ്യം ഭാവിയിൽ എന്താകും എന്നുള്ള ഇതിൽ ഇവർക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടോ? ഇവരെ എങ്ങനെയായിരിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവരുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കുക? അല്ല, പുകവലിയേക്കാൾ അല്ലെങ്കിൽ നിക്കോട്ടിൻ ഉപയോഗത്തെക്കാളേറെ പുകയിലെ ഉപയോഗത്തെക്കാൾ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെപ്പോലും ബൗദ്ധികമായിട്ടുള്ള കഴിവിനെപ്പോലും പഠിക്കാനുള്ള ശേഷിയെപ്പോലും ഓർമ്മക്കുറവും മറ്റും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗരവമായിട്ട് തന്നെ ഇത് എടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണ നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. ഇപ്പം ഡോക്ടർ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പുകവലി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി വരുന്ന രോഗികളുടെ എണ്ണത്തിൽ കൂടുതലാണോ ഉണ്ടാകുന്നത്, കുറവാണോ ഉണ്ടാകുന്നത്? ശരിക്കും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഗണ്യമായ കുറവുണ്ട്. പഴയ തലമുറയിൽപ്പെട്ടവർ വലിച്ചുകൊണ്ടിരുന്നവർ മാത്രമേ പുകവലി നടത്തുന്നുള്ളൂ. പുതിയ ആൾക്കാർ അല്ലെങ്കിൽ മധ്യവയസ്സുള്ളവരെല്ലാം തന്നെ പുകയില ഉപയോഗം ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ഈ നിയന്ത്രണം ഒരു പ്രധാനപ്പെട്ട കാരണം, ബോധവൽക്കരണം ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ സ്കൂളുകൾക്ക് ചുറ്റും 100 മീറ്റർ നമ്മൾ ഇതൊന്നും വിൽക്കുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള നിയമം മൂലമുള്ള നിയന്ത്രണവും വളരെയേറെ ഫലവത്തായിട്ടുണ്ട്. ഈ പുകവലി കുറയുന്നുണ്ടെങ്കിലും മറ്റ് ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ പല കണക്കുകളും വ്യക്തമാണ്. അതെങ്ങനെ നിയന്ത്രിക്കാനാകും എന്നുള്ളതാണ് ഇനി നമ്മളുടെ ഭരണകൂടവും മറ്റും ചിന്തിക്കേണ്ടത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.